ഹലോ, അപ്പോൾ ടെക് ഫോക്കസ് എന്നുള്ളത് തമിഴ്നാട് പുളിയങ്കടിയിലുള്ള ലെമൺ മാർക്കറ്റിലാണ്. ലെമൺ സിറ്റി എന്ന് തന്നെയാണ് ഇവിടെ ഈ മാർക്കറ്റിൻ്റെ ഈ പ്രദേശത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. സ്വന്തമായിട്ട് എങ്ങനെ ഓരോരുത്തരും തനിതനിയാ ചെയ്യുന്നത്? തനിതനിയ മൊത്തമേ ചേർത്ത് ഇടമേടിച്ച് തനിതനിയാ കട കൊണ്ട് ഓരോ കട ഒவ்வொரு கடை இருக்கு தனித்தனியாட்டு. அவ்வளவு കെട്ടതൊക്കെ വാങ്ങുന്നതൊക്കെ ഒരുമിച്ച് പൈസ കൊടുത്തത് പിന്നെ കട തനിയായിട്ട് കടയിട്ടു വ്യാപാരം ചെയ്തോളാം. എല്ലാവരും തനിത്തനി കട സ്വന്തമായിട്ട് മുതൽ മുടക്കൊന്നും റിട്ടേൺ ഇല്ല. മരുന്നില്ല, വാടക ഒന്നും കൊടുക്കില്ല, എല്ലാം സ്വന്തം കട. എത്ര കട ഇருக்கு മൊത്തം? 26 കട ഉണ്ട്. ഇതിൽ നിന്നാണ് കേട്ടോ 200 ടണ്ണ് സാധനം ഒരു ദിവസം ഇവിടെ നിന്ന് കയറി പോകുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടതാണ്. ഈ മൊത്തം കടകൾ, ഈ കാണുന്ന മൊത്തം കടകൾ 26 കടകളിൽ നിന്നിട്ടാണ്. ഇപ്പൊ സീസൺ ആയിട്ടില്ല, സീസൺ ആയി വരുന്നതേ ഉള്ളൂ. കാരണം കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല റേറ്റ് ഉണ്ട് നാരങ്ങ, നമുക്കറിയാം. കാരണം മാർക്കറ്റിൽ കിട്ടുന്ന നാരങ്ങ റേറ്റ് ഉണ്ട്. ഈ ആഴ്ച വളരെ കമ്മിയാണ് വില. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ അടുത്ത് നേരത്തെ ചോദിച്ചത് റേറ്റ് എങ്ങനെയാണ്, കഴിഞ്ഞ പോയ വാരം എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ ചോദിക്കാൻ കാരണം. എത്ര വർഷമായി മൊത്തം ഇവിടെ തുടങ്ങിയിട്ട്? ലെമൺ മാർക്കറ്റ് കമ്മീഷൻ കടയിൽ തുടങ്ങി 40 വർഷമായി. ഇങ്ങ സ്ഥലത്ത് 40 വർഷമായി. 8 വർഷമായി. ഇതുക്ക് മുന്നേ അപ്പുറത്തല്ലേ പഴയ മാർക്കറ്റ്? ആമാ, ജംഗ്ഷനിൽ നിന്ന് താഴോട്ട് ജംഗ്ഷനിൽ താഴോട്ട് ഇറങ്ങുമ്പോഴായിരുന്നു നമ്മളെ പഴയ ലെമൺ മാർക്കറ്റ്. ഇതിപ്പോ പുതിയ മാർക്കറ്റാണ്. 8 വർഷമായിട്ടുള്ളൂ എന്താ മാർക്കറ്റിൽ വന്നിട്ട്. പുതുതായിട്ട് ഇവിടെ തുടങ്ങിയിട്ട് 8 വർഷമായി. 8 വർഷത്തേക്ക് മുന്നേ അപ്പുറത്ത് നമ്മള് ഇവിടുന്ന് പുളിയങ്കുടി ടൗണിലേക്ക് എത്ര? 30-40 വർഷം ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ ടൗണിലേക്ക്. ഇവിടുന്ന് ഇപ്പൊ ഈ മാർക്കറ്റിൽ നിന്ന് ടൗണിലേക്ക് 1 കിലോമീറ്റർ ആണ് ഉള്ളത് മൊത്തത്തിൽ. നമുക്ക് അവിടെ ഒരു ലേലം നടക്കുന്നുണ്ട്, അങ്ങോട്ട് നോക്കി. 31, 32, 32, 35, 36, 37, 38. என்ன சித்தப்பா? 38. ലേലം നടക്കാനായിട്ട് 40 രൂപയ്ക്ക് 40 രൂപ ലേലോണി നടന്നത്. നല്ല അടിപൊളി നാരങ്ങ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നാരങ്ങ. 40 രൂപ അല്ലേ പോയാ? 40 രൂപ ലേലം പോയത്. അണ്ണൻ തന്നെ വിളിച്ച് 40 രൂപയ്ക്ക് പുള്ളി വിളിച്ചെടുത്ത്. പുള്ളി ഇനി ഇല്ല ചാക്ക് വേറെ ലാറ്റർ ഇരിക്ക, ഇത് മാത്രമോ? ഇല്ല, അത് വേണ്ട. ഇത് അച്ചാറ് കിലോ 30 രൂപ. ഏത് ആ കിടക്കുതാ? അച്ചാർ நல்லா இருக்கும். ഇത് വേണ്ട. എവിടെ കിലോ? എത്ര? 30 രൂപ. പച്ച 30 രൂപയാണ് കിലോയ്ക്ക് ചോദിക്കുന്ന കേട്ടോ അവര്. നമുക്ക് അച്ചാറിന് ശരിയാവൂല. ഇത് 1 കിലോയ്ക്ക് 30 രൂപ. டிரான்ஸ்போர்ட் எல்லா இடத்துலயும் இருக்குது. அதனால அங்கங்கே யாராவது ஒரு 2-3 மணி நேரம் இங்க டேரக்டா போயிடும். முன்னாடி எடுத்துக்கொண்டு ஒரு இடத்துல ஸ்தலத்துல வச்சிருந்தா அவங்க பிரிச்சு கொடுக்கணும். இப்போ அப்படி இல்லை, எந்த ஸ்தலத்தாலும் இங்க இருந்து டிராவல்ஸ் இருக்கு. அதனால எல்லா இடத்துக்கும் டிராவல்ஸ் போயிடுவாங்க. പുള്ളി പറയണത് മുമ്പ് അല്ലാതെ പിരിച്ച് ഓരോരുത്തർ വന്നൊക്കെ എടുത്തു പോകും. പക്ഷെ ഇപ്പൊ അതല്ല, ആ കാണുന്ന വണ്ടികളെല്ലാം അങ്ങോട്ടേക്കൊക്കെ സപ്ലൈക്ക് എവിടെ വേണോ പോകാൻ വേണ്ടിയിട്ട് വണ്ടികൾ. ഇതല്ല, ഇതിനെ വെളിയിലുണ്ട് കേട്ടോ. മാർക്കറ്റിന് പുറത്ത് വേറെ വണ്ടികൾ ഒതുക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാം ലോഡിന് ഇന്നലെ പോയിട്ട് വന്ന് കിടക്കുന്ന വണ്ടികളാണ്. ഇനി അടുത്ത വൈകുന്നേരത്തിൽ ലോഡ്. ഇപ്പൊ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ ഒരു തീരെ വന്ന് ഒരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് പോയാല് ബാക്കി അവിടെ 3 മണി 5 മണിക്ക് 3 മണിക്ക് 5 മണിക്ക് അവിടെ ലോഡ് എത്തും. അവർക്ക് കൊടുക്കേണ്ട ട്രാൻസ്പോർട്ടേഷൻ ചാർജും പിന്നെ ഇവരുടെ ചെറിയൊരു കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷൻ മാത്രം കൊടുത്താൽ മതി. ഇവിടെ മാർക്കറ്റിൽ വരുന്ന അതേ റേറ്റിൽ ലോഡ് നിങ്ങൾക്ക് അവിടെ തരുമെന്നാണ് പറയുന്നത്. എല്ലാം മുടിഞ്ഞിരിക്ക ഇല്ല? എന്താ റേറ്റ് പോകുന്നത്? എന്താ മാർക്കറ്റ്? ഇത് നാരങ്ങ മാർക്കറ്റ് എന്താ പറയുക? ഇത് 40 രൂപ. ഇത് 40 രൂപ റേറ്റാണ് കേട്ടോ പറയുന്നത്. നാരങ്ങ കിടക്കുന്ന നാരങ്ങ 40 രൂപയാണ് റേറ്റ് പറയുന്നത്. ഇതിൽ പിന്നെ അത്യാവശ്യം ചെറുതും വലുതൊക്കെ ഉണ്ട് കേട്ടോ. മിക്സിംഗ് ആണ്, എല്ലാം ഉണ്ട്. പഴുപ്പുണ്ട്, ചിന്നതുണ്ട്, ചെറിയ സൈസ് ഉണ്ട്, വലിയ സൈസ് ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. എല്ലാം ചേർത്താണ് 40 രൂപ റേറ്റ് പറയുന്നത്.
இந்த வலுது வருதா? வலுது மட்டும் வரும். வலுது மட்டும் சிறுசு வரலையா? இந்த சிறுசெல்லாம் வராது. இந்த சிறுசெல்லாம் தேர்ட் குவாலிட்டி அங்கே போயிடும். അതില് പുള്ളി പറയുന്ന ഇത് വരും. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി പറയുന്നത് ഇല്ല, ഇത് മാറ്റും കേട്ടോ. ഇത് ചെറിയ നാരങ്ങ, ഈ സൈസ് നാരങ്ങ എല്ലാം മാറ്റിയിട്ട് ഇതെന്താ വിലക്ക് കൊടുക്കുന്നത്? ഇതെന്താ സൈസ് മാത്രം? ഇത് 20 രൂപ റേറ്റിൽ ഇതാ ഈ സൈസ് നാരങ്ങ ഇതിൽ നിന്നുള്ള ഈ കാണുന്ന ഈ സൈസൊക്കെ 20 രൂപ റേറ്റിൽ തരുമെന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് ഉള്ളതാ ഈ വലിയ സൈസ് മാത്രം, ഈ സൈസ് മാത്രമാണ് 40 രൂപ റേറ്റ് വരുന്നത് അല്ലേ? 40 രൂപ റേറ്റ് ഒരു നാരങ്ങ തരുന്നത്. മിക്സ് ചെയ്ത് കിടക്കുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ മൊത്തത്തിൽ എടുക്കണമെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒറ്റ റേറ്റ് ഇട്ട് ഒരു വില പറയും. മിക്സ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അല്ലേ? അങ്ങനെ കൊടുക്കുമല്ലോ. മിക്സിംഗ് ആണെങ്കിൽ അങ്ങനെ റേറ്റ് ചെയ്യും. ഇതെങ്ങനെയാണ് റേറ്റ് പോകുന്നത്? ഇത് 60 രൂപ പോകുന്നുണ്ട്. ഇതിൽ എങ്ങനെയാ തിരിഞ്ഞ് മാറുന്നുണ്ട്? അതെ, ഈ സൈസ് മാത്രം, വലിയ സൈസ് മാത്രം 60 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇത് ചെറുത് ഇത് 40 രൂപ അങ്ങ് പോവും. ഇതാണ് തിരഞ്ഞു മാറി അപ്പുറത്ത് പോകുന്നത്. ഇതിലും പിന്നെ വീണ്ടും ഒരു ഗ്രേഡും കൂടെ തിരിയും. അത് ചെറുത് മാറും. പിന്നെ അതിലൊരു സൈസ്, അതിന് 40 രൂപ ആവറേജ് റേറ്റ് അവർ പറയുന്നുണ്ട്. ഈ കിടക്കുന്ന 60 രൂപ. ഇന്ന് മാർക്കറ്റിലുള്ള റേറ്റ് 60 രൂപ റേറ്റ് വരുന്നുണ്ട്. അത് നല്ല നാരങ്ങയാണ്. ഇതും നമ്മുടെ കേരളത്തിലേക്കുള്ള ലോഡ് തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ, നമ്മൾ ലെമൺ മാർക്കറ്റിൽ വന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും എല്ലാ സംഗതി നോക്കിക്കാണുന്ന ഒരു പുള്ളിക്കാരനാണ്. പുള്ളിയുടെ പേര് നമുക്ക് ചോദിക്കും. പേരെന്ത് പറഞ്ഞു? പാണ്ടി. SMS. ഓക്കെ. അപ്പോൾ പുള്ളി ഇവിടുത്തെ ബാക്കി അത്യാവശ്യം ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരും. ഇത് പുള്ളി പറയുന്ന ഇവിടെ നാരങ്ങയുടെ നിലവാരം പറയുന്നുണ്ട്. എന്താ വിലയാണ് ഈ നാരങ്ങ പോകുന്നത്? ഇത് ഫസ്റ്റ് ക്വാളിറ്റി. നാരങ്ങയിൽ ഫസ്റ്റ്. ഇത് ഫസ്റ്റ് ക്വാളിറ്റി. ഇന്നത്തെ വില 65 രൂപ. ഇത് ഇന്നേക്ക് 65 രൂപ. പോയ നാൾ എന്താ വില പോകും? കഴിഞ്ഞ വേറും 60 രൂപ. 60 രൂപ. இன்னது பச்சை கிரீன் நாரங்க அதிகமாக வர்றதுனால எல்லோ பச்சை விலை கம்மி. ஆமாம், பழம் வந்து கொஞ்சம் விலை கூடுதல் பழமாக இருக்குது. இது ഏലത്തിരുന്ന് എടുത്ത് കച്ചവടം തിരിച്ചു വെച്ചിരുന്നത്. പുള്ളി പറയണ അതിൽ നിന്ന് ലേലം കഴിഞ്ഞ് തിരിഞ്ഞു മാറി വെച്ചേക്കുന്ന നാരങ്ങയാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഡിമാൻഡ് എന്ന് പറയുന്നത്. 65 രൂപ പുള്ളി പറയുന്നുണ്ട്. പിന്നെ ആ നാരങ്ങ കിടക്കുന്ന നാരങ്ങ എന്താ വില? ഇത് കിടക്കുന്ന നാരങ്ങ 45 രൂപ. 45 രൂപ. മൊത്തം 45 കിലോയ്ക്ക് 45 രൂപ. കുഴപ്പമില്ല കേട്ടോ, നല്ല തിരക്കിടില്ല, നല്ല നാരങ്ങ, നല്ല ക്വാളിറ്റി നാരങ്ങ. 45 രൂപ വിലയുള്ളൂ. ഇതും പോയ നാളെ എന്താ വില പോയി? കഴിഞ്ഞ വാരം 45 സെയിം തന്നെ. പിന്നെ ഇതിന്റെ തെളിവ് നാരങ്ങ, പച്ച നാരങ്ങ വരുന്നത് 60 രൂപ. ഇതിന്റെ നമ്മൾ ഈ കണ്ട ഇതിന്റെ സെയിം നാരങ്ങ കേട്ടോ. ഈ ഇരിക്കുന്നതിന്റെ കളർ പച്ച നാരങ്ങ, പച്ച വരുന്ന ഓവർ പഴുപ്പല്ലാത്ത നാരങ്ങ 60 രൂപ. എവിടേക്കാണ് പോകുന്ന ലോഡ് കൂടുതൽ? എറണാകുളം, തിരുവനന്തപുരം. എല്ലാം കേരളത്തിലേക്ക് തന്നെ പോകും. കേരളത്തിലെ എല്ലാ സ്ഥലവും എല്ലാം കേരളത്തിലേക്ക്. പുള്ളി പറയുന്ന കേട്ടോളൂ, ഇവിടെ നിന്ന് കേരളത്തില് കണ്ണൂർ വരെ നാരങ്ങ പോകുന്ന മാർക്കറ്റ് ഇതാണ്. അപ്പൊ നമ്മുടെ വലിയ മാർക്കറ്റ്. അതാണ് തമിഴ്നാട്ടിൽ വലിയ മാർക്കറ്റ്. ഇവിടെ വേറെ മാർക്കറ്റ് ഇല്ലല്ലോ. നമുക്ക് വേറെ എവിടേക്ക് പോകുന്നുണ്ട് കേരളത്തിൽ? ഇവിടെ നല്ലാതെ വേറെ എവിടെയൊക്കെ പോകുന്നു? കേരളത്തിൽ തമിഴ്നാട് ഇല്ല, ബാംഗ്ലൂർ, മെഡ്രാസ് എല്ലാം പോകുന്നുണ്ട്. എല്ലാം കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം. ഒരു നാളേക്ക് എത്ര ലോഡ് പോകും? ഇത് ഇപ്പോ മഴ ഉണ്ടെങ്കിൽ കുറച്ച് കുറവ്. എന്നാലും ഇവിടെ ആവറേജ് പോകും. മറ്റേ ഫെബ്രുവരി, മാർച്ച് അപ്പൊ കൂടുതൽ ഒരു നാളെ 10 ലോഡ് 15 ലോഡ് കിട്ടും. ഒരു നാളേക്ക് 10 ലോഡ് 15 ലോഡ് ആകുമ്പോൾ എவ்வளോ ടണ്ണ് പോകും? ഒറ്റ ടണ്ണ് 200-250 ടൺ വരെ. 200-250 ടൺ ഒരു നാളേക്ക് ഈ മാർക്കറ്റിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നതാണ് പുള്ളി പറയുന്നത്. കാരണം അതല്ല, നമുക്കത് അറിയാം. കാരണം പുള്ളി പറയുന്നതിന് അപ്പുറത്തേക്ക് മുമ്പ് നമ്മൾ ഈ മാർക്കറ്റിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും ഹെവി ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. തമിഴ്നാട്ടിൽ പോലും വേറെ ഇതോടൊപ്പം കിടപിടിക്കാൻ പറ്റുന്ന മറ്റൊരു മാർക്കറ്റ് ഇല്ല. അതാണ് അത്രത്തോളം ഡിമാൻഡുള്ള ഒരു മാർക്കറ്റ്. ഇവിടുത്തെ നാരങ്ങയുടെ ക്വാളിറ്റിയാണ് കേട്ടോ ആ സംഗതി. നാരങ്ങയുടെ ഒരു പേരാണ് അറിയപ്പെടുന്നത്. ഇത്രയും നാരങ്ങ. എത്ര മണിക്ക് ലേലം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അവിടെ? ജനുവരി 10 മണി. ജനുവരി 24 10 മണിക്കാലോ? 10 മണിക്ക്. ഇപ്പൊ 11:30 ആക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആക്ഷൻ 10 മണി കറക്റ്റ്. ലോഡ് സീസൺ കൂടുതൽ വരുന്നതുകൊണ്ടാണ് 3 മണി വരെ. അല്ല, ഈ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലോഡ് കൂടുതൽ വരും. 10 മണി ആക്ഷൻ തുടങ്ങും. പിന്നെ 3 മണിക്ക് ആക്ഷൻ ക്ലോസ് ചെയ്യും. ജനുവരിയിൽ 10 മണിക്ക് മാർക്കറ്റ് തുടങ്ങും. പിന്നെ അത് ലോഡ് കൂടുതൽ ഇവിടെ മാർക്കറ്റിലേക്ക് വരുന്നത് കൊണ്ടാണ് അങ്ങനെ ആ ഒരു ജനുവരി മാസത്തിന്റെ അത് 3 മണിയോടുകൂടി ലേലം തീരുമെന്നും പറയുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ നോർമലി 11:30 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും. നോർമലി സാധാരണ അത് ഈ ജനുവരി അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നോർമലി 11:30 മണിക്ക് മാർക്കറ്റ് ഉള്ളൂ. മാർക്കറ്റ് കഴിഞ്ഞ് അത് സാധാരണ ഈ ചെറിയ ചെറിയ ടീമുകൾ കൊണ്ടുവരുന്ന അനുസരിച്ച് ഇങ്ങനെ ലേലം നടന്നുകൊണ്ടിരിക്കും.
6 മണിയോടുകൂടിയൊക്കെ വണ്ടി കയറി തുടങ്ങും അല്ലേ? 6 മണിക്കൂർ 6 മണിയോട് ലേലം തീർന്ന് ഈ കച്ചവടക്കാർ ഏകദേശം അയക്കാനുള്ള ലോഡ് എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവര് അത്യാവശ്യം വണ്ടികളൊക്കെ ലോഡുകൾ വിട്ടു തുടങ്ങുമെന്നാണ് പുള്ളി പറയുന്നത്. വരുന്നെങ്കിൽ സാധനം എടുക്കാൻ വരുന്നതിൽ പുള്ളിയായിട്ട് ഇവിടെ വന്ന് കോൺടാക്ട് ചെയ്താൽ പുള്ളി വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കില്ല, എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കും. അപ്പൊ പുള്ളിയുടെ നമ്പർ ഞാൻ ഇതിന്റെ കൂടെ മെൻഷൻ ചെയ്തേക്കാം. പുള്ളിയായിട്ട് ബന്ധപ്പെട്ടാൽ എല്ലാം സംഗതി കറക്റ്റ്. മാർക്കറ്റിന്റെ തലവരാണ്. ഇത് 65, ആവറേജ് 60. ഇത് ആവറേജ് എടുക്കണമെങ്കിൽ 60 രൂപയാണ് പുള്ളി പറയുന്നത് കേട്ടോ. ഇത് 65 രൂപയാണ്. തിരിഞ്ഞു മാറുന്നത് 65 രൂപ. ഈ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് 65 രൂപ റേറ്റ്. തിരിയാതെ മൊത്തത്തിൽ അത് എടുക്കണമെങ്കിൽ 60 രൂപ റേറ്റ് വരും. ആ കിടക്കുന്നതാണ് ആ സൈഡ്, അത് 50 രൂപ. അത് 50 രൂപയാണ് പറയുന്നത്. അതിൽ തിരിവുണ്ടായിനി ഇല്ല, അതിൽ തിരിവ് വരുന്നില്ല. തിരിയാതുള്ളതാണ്. വില ചെറിയ അഡ്ജസ്റ്റ് ആവില്ല, വില കുറയും കേട്ടോ. അവരെന്തെങ്കിലും സംസാരിച്ചിട്ട് വില വില പേശി തരും. പ്രാദേശികമായുള്ളത് മാത്രമല്ല, 40 രൂപ. അത് മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന കായാണ്. ആ ഇരിക്കുന്ന ബോക്സിലിരിക്കുന്നതെല്ലാം മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന ലോഡാണ്. അത് 40 രൂപയാണ് കിലോ റേറ്റ് വരുന്നത്. അതാണ് ആ ചാക്കിൽ മൂടയിലിട്ട് മാറ്റുന്ന നാരങ്ങ. அந்த മൂടയിൽ മാറ്റുന്ന നാരങ്ങ അതാണ്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം. ഇവിടെ നിന്നുള്ള ലോക്കൽ നാരങ്ങ മറ്റും ഇത് ഫുള്ള ലോക്കൽ. ഈ കിടക്കുന്നതെല്ലാം നമ്മുടെ ഇവിടെ പുളിയൻകുടി പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ലോക്കൽ നാരങ്ങ. ഇത് പ്യൂർ ക്വാളിറ്റി ആയിരിക്കും, 100% ക്വാളിറ്റിയാണ്. പക്ഷെ അത് അത്രത്തോളം ക്വാളിറ്റി അധികമായിരിക്കും. അതിൽ ക്വാളിറ്റി ഇത്ര ക്വാളിറ്റി ഉണ്ടാവില്ല. ഇത്ര ക്വാളിറ്റി ആ നാരങ്ങ കിട്ടണമെന്നില്ല. പുള്ളി പറയുന്നതാണ്. കാണുന്ന നാരങ്ങയല്ല, അത് അവർ ചാക്കിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കും. ഇത് സെയിം നാരങ്ങയല്ലേ ബോക്സില്? ഇത് സെയിം നാരങ്ങയാണ്. പക്ഷെ കാണാൻ നല്ല ഗ്ലാമറാണ് കേട്ടോ, നല്ല പഴുപ്പ് നാരങ്ങ. ഇത് 40 രൂപ റേറ്റ്. ഇത് മഹാരാഷ്ട്ര എന്ന് വരുന്ന നാരങ്ങ. നമ്മളിവിടെ പുളിയൻകുടി പ്രദേശത്തുള്ള നാരങ്ങയല്ല, പുറത്തുനിന്ന് വരുന്ന നാരങ്ങ. അതിന് അത്ര ക്വാളിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ, അതും കൂടെ പറയാം. ഇത് നമുക്കവിടെ ലോക്കൽ സെയിലിന് പറ്റിയ നാരങ്ങയാണ്. പക്ഷെ കട വ്യാപാരം ചെയ്യുന്നവർക്ക് ഇത് പറ്റൂല ഈ നാരങ്ങ, അതും കൂടെ ഓർമ്മിച്ചോളണം. നമ്മൾ അടുത്ത മാർക്കറ്റിലെ മുതലാളിയാണ് കേട്ടാ. എന്താ മാർക്കറ്റ്, എന്താ വില പോകുന്നത് നാരങ്ങ? എന്താ വില പോകുന്നത്? എന്താ നാരങ്ങ അല്ലേ? ഓക്കെ, ഇതെല്ലാം നമ്മൾ പറഞ്ഞ മാർക്കറ്റുകളാണ് കേട്ടോ. ഇതിൽ ഓരോരോ കച്ചവടക്കാരാണ്. ഇവരൊക്കെ എല്ലാം ഇത് തന്നെയാണ്. റേറ്റുകൾ വരുന്നതെല്ലാം നമ്മൾ ഈ പറഞ്ഞ റേറ്റൊക്കെ തന്നെയാണ്. എല്ലാം ഇത് കേരളത്തിലേക്ക് പോകുന്നതിനുള്ള ലോഡുകൾ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ലേലം കഴിഞ്ഞിട്ടേ. ഇതെല്ലാം സെയിം റേറ്റാണ്. പുള്ളി പറഞ്ഞ இந்த നാരങ്ങ, ഈ സെയിം നാരങ്ങ 75 രൂപ 80 രൂപ വരെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ 40 രൂപ 45 രൂപ റേഞ്ചിലേക്ക് വില എത്തി. പക്ഷെ ഇതിനേക്കാളും ഇപ്പോഴും മധുരയ്ക്ക് വില കുറവാണല്ലേ മാർക്കറ്റിൽ? മധുര മാർക്കറ്റിൽ ഇതിനേക്കാളും വില കുറഞ്ഞ് നിൽക്കേണ്ട നാരങ്ങ അത് ആന്ധ്ര നാരങ്ങ വരുന്നുണ്ട് മധുര മാർക്കറ്റിൽ. അതാണ് നമ്മുടെ അവിടെ കേരളത്തിലേക്ക് കൊണ്ടിട്ടിട്ട് 3 കിലോ 4 കിലോ 100 രൂപയ്ക്കും ഒക്കെ കൊണ്ടിട്ട് അടിക്കുന്ന നാരങ്ങ. റൂട്ട് കച്ചവടക്കാരൊക്കെ കൊണ്ടിട്ട് വിൽക്കുന്ന നാരങ്ങ. അതാണ് പുള്ളി പറയുന്നത് കറക്റ്റാണ്. ഒരു ദിവസം കഴിഞ്ഞാൽ പിറ്റേന്ന് ആ നാരങ്ങ അച്ചാറുകാർക്ക് കൊടുക്കേണ്ടി വരും. ലാട്ട് നാരങ്ങയാണ് അത്. വില ചൂട് താങ്ങത്തില്ല. നമ്മളെ ഇതിൽ ക്ലൈമറ്റിന്റെ കാലാവസ്ഥയിലൊന്നും നിൽക്കൂല ആ നാരങ്ങ. പക്ഷെ ഇവിടുത്തെ നാരങ്ങ എന്ന് വെച്ചാൽ പക്ക പെർഫെക്റ്റ് നാരങ്ങ ആയിരിക്കും, പ്യൂർ ക്വാളിറ്റി നാരങ്ങയാണ്. പുളിയൻകുടി നാരങ്ങയുടെ പ്രത്യേകത അതാണ്. അതിലേക്ക് പോകും 100 ലോഡോളം കേരളത്തിൽ ഈ പുളിയൻകുടി മാർക്കറ്റിൽ നിന്ന് മാത്രം. നമ്മൾ ആ കണ്ട ചാക്കുകളൊക്കെ കെട്ടിയിരിക്കുന്ന എല്ലാം ഇവിടെ നിന്ന് കയറി കേരളത്തിലേക്ക് പോവേണ്ട ലോഡാണ്. ഒരു നാളേക്ക് 100 ലോഡ് കേരളത്തിലേക്ക് പോകുന്നു, അതും പുളിയൻകുടി മാർക്കറ്റ്. ഇത് മെയിൻ കച്ചവടക്കാർ, നാരങ്ങ കച്ചവടക്കാരെല്ലാം എടുക്കുന്നത് ഈ മാർക്കറ്റിൽ നിന്നാണ് നാരങ്ങ. അത്യാവശ്യം ലാഭം തന്നെയാണ്. നമ്മൾ ബൾക്കായിട്ടൊക്കെ എടുക്കുന്നെങ്കിൽ ഇവിടെ വന്ന് കോൺടാക്ട് ചെയ്യാം. ഇവിടുന്ന് കേരളത്തിലേക്ക് സപ്ലൈ ചെയ്യുന്ന കച്ചവടക്കാരുണ്ട്. ഈ ഇരിക്കുന്ന കൃഷിക്കാരനൊക്കെ നമുക്ക് കേരളത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നൊരു ടീമാണ്. പുള്ളിയൊക്കെ കോൺടാക്ട് ചെയ്താൽ, ഇവിടെ വന്നിട്ട് കോൺടാക്ട് ചെയ്താൽ പുള്ളി അവിടേക്ക് സാധനം തരും. ഇവിടെ നിങ്ങൾ വരേണ്ടിയും വരില്ല, പുള്ളി അവിടെ സാധനം എത്തിച്ചും തരും. ഇല്ല, എത്തിച്ചു കൊടുക്കൂലേ? പുള്ളി അവിടെ എത്തിച്ചും തരും. അപ്പോൾ പുള്ളിയൊക്കെ കോൺടാക്ട് ചെയ്താൽ മതി. ഇവിടെ വരുന്നെങ്കിൽ പുള്ളിയുടെ പേര് കണ്ണൻ എന്നാണ്. പുള്ളി ബന്ധപ്പെട്ടാൽ. ഇതൊക്കെ എത്ര റേറ്റ് പോകുന്നുണ്ടല്ലോ? 40 രൂപ വില പോകുന്നു. കളർ 60 രൂപ. ഈ കളർ ഇത് തെരഞ്ഞു വെച്ചേക്കുന്ന നാരങ്ങയാണ്. ഇത് 60 രൂപ റേറ്റ് കേട്ടോ. ഇത് 60 രൂപ റേറ്റ് വരുന്നുണ്ട്. അത് 40 രൂപ റേറ്റാണ് ആ പറയുന്നത്. തിരയാതെ മിക്സ് ചെയ്ത് എങ്ങനെയാണ് റേറ്റ് പോകുന്നത്? മിക്സിങ് 50 രൂപ. ഈ കിടക്കുന്ന മിക്സിങ് ആണെങ്കിൽ 50 രൂപ റേറ്റ് ഉണ്ട്. ഇത് ഡെലിവറി പിന്നെ വണ്ടി ചാർജ് സെപ്പറേറ്റ് കൊടുക്കണം അല്ലേ? വണ്ടി ചാർജ് സെപ്പറേറ്റ് അല്ലേ? നമ്മൾ കേരളത്തിലേക്ക് ഡെലിവറി ചെയ്യുന്നെങ്കിൽ വെഹിക്കിൾ ചാർജ് വേറെ കൊടുക്കണ്ടേ? ട്രാൻസ്പോർട്ടേഷൻ
ഇതിപ്പോൾ 50 രൂപ പറഞ്ഞാൽ ഇത് 60 രൂപ 40 രൂപയൊക്കെ പറഞ്ഞാൽ ഇതിൽ എക്സ്ട്രാ വേണ്ടത് നിങ്ങളിപ്പോൾ സാധനം അവിടേക്ക് അയച്ചാണ് ഇവർ തരുന്നതെങ്കിൽ അവിടെ അവരെ വണ്ടിയിലാണ് വരുന്നതെങ്കിൽ വണ്ടി ചാർജ് കൊടുക്കണം. ഒരു മൂടയ്ക്ക് എവിടെ 80 രൂപ 100 രൂപ, ഒരു മൂടയ്ക്ക് 100 രൂപയാണ് വണ്ടി ചാർജ് അവർ വാങ്ങുന്നത്. ഇവിടെ പുളിയൻകുടിയിലുള്ള നാരങ്ങ മാർക്കറ്റിന്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ വന്ന് നാരങ്ങ എടുക്കണം, അതുപോലെ മറ്റ് സംഗതികളൊക്കെ കുറിച്ചൊക്കെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചു. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരാം, വന്നിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മൾ കേരളത്തിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മുടെ ആര്യങ്കാവ് കഴിഞ്ഞ് നേരെ പുളിയൻകുടിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ആര്യങ്കാവ് നിന്ന് ചെങ്കോട്ടയിൽ നിന്ന് നേരെ പുളിയൻകുടിയിൽ വരുമ്പോൾ പുളിയൻകുടി ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ തന്നെ ലെഫ്റ്റിലേക്ക് തിരിയും. ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെമൺ സിറ്റി എന്ന് പറഞ്ഞ് ലെമൺ മാർക്കറ്റ് എന്ന് പറഞ്ഞ് ബോർഡ് ഇരിപ്പുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് കയറുമ്പോൾ നമ്മുടെ ഈ ലെമൺ മാർക്കറ്റായി. ഇവിടെ വന്ന് നിങ്ങൾക്ക് ആവശ്യത്തിന് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാം. വളരെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇടപെടലാണ് ഇവിടെ ഉള്ള കച്ചവടക്കാർ നമുക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ലെമൺ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റു വീഡിയോയും മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.